Good morning, students. Plus two സാമ്പത്തിക ശാസ്ത്ര ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. In the last class we studied about MRS, or we can say marginal rate of substitution, and also about the law of diminishing marginal rate of substitution. സീമാന്ത പ്രതിസ്ഥാപന നിരക്കും സീമാന്ത പ്രതിസ്ഥാപന നിരക്കിനുമായി ബന്ധപ്പെട്ട നിയമം, അപചയ സീമാന്ത പ്രതിസ്ഥാപന നിരക്കിൻ്റെ നിയമം. സോ ആ ലോ പറയുന്നത്, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ് ചെയ്യുന്നത്, ആസ് ദ ക്വാണ്ടിറ്റി ഓഫ് ദ ഫസ്റ്റ് ഗുഡ് ഇൻക്രീസസ് MRS വിൽ ഡിക്ലൈൻ. ഒന്നാമത്തെ വസ്തുവിൻ്റെ അളവ് കൂടുന്തോറും സീമാന്ത പ്രതിസ്ഥാപന നിരക്ക് കുറയും. അങ്ങനെ സീമാന്ത പ്രതിസ്ഥാപന നിരക്ക് കുറയുന്നത് കൊണ്ടാണ് ഇൻഡിഫറൻസ് കർവിന് അഥവാ നിസ്സംഗതാ വക്രത്തിന് കോൺവെക്സ് ഷേപ്പ് ലഭിക്കുന്നത്. പുറം വളവാകൃതി എന്നാണ് നമ്മൾ കോൺവെക്സ് ഷേപ്പ് കൊണ്ട് മലയാളത്തിൽ ഉദ്ദേശിക്കുന്നത്. പുറം വളവിൻ്റെ ആകൃതി, പുറം വളവാണ്. ഒറിജിനിൽ നിന്ന് നോക്കുമ്പോൾ പുറം തിരിഞ്ഞുകൊണ്ടാണ് IC സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ICക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടാനുള്ള കാരണം മറ്റൊന്നുമല്ല, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഡിക്ലൈൻ ചെയ്യുന്നത് കൊണ്ടാണ്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റന്റ് ആവും, സ്ഥിരമായി നിൽക്കും. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റന്റ് ആകുമ്പോൾ the shape of the IC will be a straight line. അപ്പം കോൺവെക്സ് ഷേപ്പ് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് MRS ഡിക്ലൈൻ ചെയ്യുകയാണ്. സ്ട്രേറ്റ് ലൈൻ പൊസിഷൻ ആണ് ലഭിക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് MRS കോൺസ്റ്റന്റ് ആണെന്നാണ്. അപ്പോൾ MRS കോൺസ്റ്റന്റ് ആവുന്ന സാഹചര്യം എപ്പോഴാണ്, അതായത് MRS എപ്പോഴാണ് കോൺസ്റ്റന്റ് ആവുന്നതെന്നും ഇൻഡിഫറൻസ് കർവിന് സ്ട്രേറ്റ് ലൈൻ പൊസിഷൻ ലഭിക്കുന്നതും ഏത് സാഹചര്യത്തിലാണ് എന്നാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു കാര്യം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്, പൊതുവെ MRS ഡിക്ലൈൻ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ കോമൺ ആയിട്ട് ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ് കോൺവെക്സ് ഷേപ്പ് ആയിരിക്കും. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഇൻഡിഫറൻസ് കർവ് ടേക്ക് എ സ്ട്രേറ്റ് ലൈൻ കർവ്, സ്ട്രേറ്റ് ലൈൻ പൊസിഷൻ എടുക്കും. എപ്പോഴായിരിക്കും ഇൻഡിഫറൻസ് കർവ് ഒരു സ്ട്രേറ്റ് ലൈൻ ആവുക? MRS കോൺസ്റ്റന്റ് ആവുമ്പോഴാണ്. MRS എപ്പോഴാണ് കോൺസ്റ്റന്റ് ആവുക, ഏത് സാഹചര്യത്തിലാണ്? ദാറ്റ് വി വിൽ ഡിസ്കസ്. യഥാർത്ഥത്തിൽ MRS കോൺസ്റ്റന്റ് ആവുന്നതിൻ്റെ സാഹചര്യം വരുന്നത് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ കേസിലാണ്. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് വരുമ്പോഴാണ് MRS കോൺസ്റ്റന്റ് ആവുക. അപ്പോൾ വാട്ട് യു മീൻ ബൈ ദിസ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്? Perfect substitutes are the goods which can be used in place of each other, and it provides exactly the same utility to the consumer. ഒരു വസ്തുവിന് പകരമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റൊരു വസ്തു ഉണ്ടെങ്കിൽ ആ രണ്ട് വസ്തുക്കളെയുമാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. മലയാളത്തിൽ അതിനെ സമ്പൂർണ്ണ ബദലുകൾ എന്നാണ് പറയാം. ഈ സമ്പൂർണ്ണ ബദലു കൺസ്യൂമറിന് നൽകുന്നത് തുല്യ സംതൃപ്തിയായിരിക്കും. ഒരു ഏറ്റക്കുറിച്ചിലുകളും ഉണ്ടാവില്ല സംതൃപ്തിയുടെ, കൺസ്യൂമറിന് നൽകുന്ന സാറ്റിസ്ഫാക്ഷൻ്റെ കാര്യത്തിൽ. ഇറ്റ് വിൽ ബി സെയിം. അങ്ങനെ വരുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. അപ്പോൾ ഈ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് വരുന്ന കേസിലാണ് MRS എന്താവുക? കോൺസ്റ്റന്റ് ആവുക. അത്തരം വസ്തുക്കളെ റെപ്രസെന്റ് ചെയ്യുന്ന ഇൻഡിഫറൻസ് കർവ് സ്ട്രേറ്റ് ലൈൻ ആവുക. നമുക്ക് നോക്കാം. നിങ്ങൾക്കൊരു ഉദാഹരണം പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ ഞാനിവിടെ പറയുന്നുണ്ട്. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിനെ കുറിച്ചും അതുപോലെ തന്നെ കോംപ്ലിമെന്ററി ഗുഡ്സ്, അങ്ങനെ ഗുഡ്സ് പല തരത്തിലുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് വരുന്ന ചാപ്റ്ററുകളിൽ നമ്മൾ മനസ്സിലാക്കും. ഇവിടെ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ ഇനീഷ്യൽ സ്റ്റേജ് മാത്രമാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കുക. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആർ the goods which can be used in place of each other, and it provides the exactly same level of utility to the consumer. കൺസ്യൂമറിന് തുല്യ സംതൃപ്തി നൽകുന്ന ഒരു വസ്തുവിന് പകരമായിട്ട് നമുക്ക് മറ്റൊരു വസ്തു ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ആ രണ്ട് വസ്തുക്കളെ നമ്മൾ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്നാ പറയുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. സി,
5 rupee coin, okay, and 5 rupee note. ഈ രണ്ട് വസ്തുക്കളെയും നിങ്ങളൊന്ന് കണക്കിലെടുത്ത് നോക്കൂ. ഈ രണ്ട് വസ്തുക്കളും കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം തുല്യ സംതൃപ്തി നൽകുന്ന രണ്ട് വസ്തുക്കളാണ്. 5 rupee കോയിൻ തരുന്ന അതേ സാറ്റിസ്ഫാക്ഷൻ തന്നെ 5 rupee നോട്ടും നൽകും. ഇത് these two goods can be used in place of each other. ഒന്നിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വസ്തുവാണ്. 5 രൂപ കോയിന് പകരമായിട്ട് നമുക്ക് എന്തിനു ഉപയോഗിക്കാം? 5 രൂപ നോട്ട് ഉപയോഗിക്കാം. 5 രൂപ നോട്ടിന് പകരമായിട്ട് നമുക്ക് 5 രൂപ കോയിൻ ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ വരുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്, സമ്പൂർണ്ണ ബദലുകൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു സമ്പൂർണ്ണ ബദലുകൾ കാണിക്കുന്ന ഒരു ടേബിൾ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിട്ട് നമുക്കതിൻ്റെ MRSന് എന്താണ് സംഭവിക്കുന്നതെന്ന് പരിശോധിക്കാം. ഓക്കെ, സോ സി, നമ്മളൊരു ടേബിൾ ഉണ്ടാക്കുകയാണ്. ദിസ് കോമ്പിനേഷൻ second column, quantity of 5 rupee note, നമുക്കിതിനെ QX എന്ന് പറയാം. Then quantity of 5 rupee coin, that is QY. ഇവിടെ നമ്മൾ MRS, കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ MRSന്റെ കാൽക്കുലേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാം. MRS നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ച ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയുണ്ട്. എന്താണെന്ന് ഞാൻ ഇവിടെ നിന്ന് നോട്ട് ചെയ്യാണ്. MRS is equal to delta y divided by delta x, that is change in y divided by change in x. അപ്പോൾ നമുക്ക് ആ കോമ്പിനേഷൻസ് ഒന്ന് ഇവിടെ നോട്ട് ചെയ്യാം. 4 കോമ്പിനേഷൻസ് ആണ്, A, B, C and D. Then 1, 2, 3, 4, 8, 7, 6, 5. So these are the combinations of two goods here. Two goods are 5 rupee note and 5 rupee coin. അപ്പോൾ 5 രൂപ നോട്ടിൻ്റെയും 5 രൂപ കോയിൻ്റെയും വിവിധ ഉപഭോഗ ബണ്ടിൽസ്, വിവിധ കോമ്പിനേഷൻസ് നമ്മളിവിടെ കണ്ടത്. ഓക്കെ, ശ്രദ്ധിക്കൂ. എ കോമ്പിനേഷൻ ശ്രദ്ധിക്കുക. 1 5 rupee note and 8 5 rupee coin. When the consumer moves from A to B, ബിയിലേക്ക് മാറിയപ്പോൾ, ബിയിലേക്ക് മൂവ് ചെയ്തപ്പോൾ 5 രൂപ നോട്ടിൻ്റെ അളവ് വർദ്ധിച്ചു. ഒരു 5 രൂപ നോട്ട് കൂടുതൽ കിട്ടി. ഈ കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കൺസ്യൂമർ അവിടെ ഒരു സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. ഒരു 5 രൂപ കോയിൻ എന്ത് ചെയ്യുന്നുണ്ട്? സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ MRS കാൽക്കുലേറ്റ് ചെയ്യാം. എന്തായിരിക്കും MRS? ചേഞ്ച് ഇൻ Y ആദ്യം അറിയണം. 8 നിന്ന് 7 കുറഞ്ഞു. സോ ചേഞ്ച് ഇൻ Y എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, വൈയിൽ വരുന്ന മാറ്റം, അതായത് 5 രൂപ കോയിനിൽ വരുന്ന മാറ്റം 1 ആണ്. 8 നിന്ന് 7 ആയി. ഡെൽറ്റ എക്സ്, ചേഞ്ച് ഇൻ എക്സ് എന്താണ്? 1 നിന്ന് 2 ആയി. ഇറ്റ് ഈസ് ആൾസോ 1. സോ 1/1 ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഈ ബിയിൽ നിന്ന് സിയിലേക്ക് കൺസ്യൂമർ മൂവ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? എഗെയിൻ ഈ ഗെറ്റ്സ് അഡീഷണൽ 5 rupee നോട്ട്. ഒരു 5 rupee നോട്ട് കൂടുതൽ കിട്ടി. ഓക്കെ, കൺസ്യൂമറിന് സാക്രിഫൈസ് അവിടെ നടത്തുന്നുണ്ട്, ഒരു ത്യാഗമുണ്ട് കൺസ്യൂമറിന്. ഒരു 5 രൂപ കോയിൻ അവിടെ ത്യജിക്കുന്നു, സാക്രിഫൈസ് ചെയ്യുന്നു. ഓക്കെ, അവിടെ നിങ്ങൾ MRS ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യൂ. MRS is delta y by delta x. ചേഞ്ച് ഇൻ y എന്ന് പറഞ്ഞാൽ അവിടെ 1 ആണ്. ഡെൽറ്റ എക്സ് ചേഞ്ച് ഇൻ എക്സ് എന്ന് പറഞ്ഞാൽ അവിടെ 1 ആണ്. 7 നിന്ന് 6 ആകുമ്പോൾ 1, 2 നിന്ന് 3 ആകുമ്പോഴും 1. ചേഞ്ച് അവിടെ അത്രയാണ് സംഭവിക്കുന്നത്. അപ്പോൾ 1/1. 1/1 is equal to 1. Okay. See, when the consumer moves from C to D, again he gets additional 5 rupee note, 3-4, and he loses 1 5 rupee coin. ഒരു കോയിൻ നഷ്ടപ്പെട്ടു 5 രൂപയുടെ. നോക്കൂ, അവിടെയും
ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് MRS എന്തായിരിക്കും? 1/1 is equal to 1. See what is happening to the MRS. MRS എന്താ സംഭവിക്കുന്നത്? MRS ഡിക്ലൈൻ ചെയ്യുകയാണോ? MRS ഇൻക്രീസ് ചെയ്യുകയാണോ? അല്ല. MRS remains constant. MRS സ്ഥിരമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ കണ്ടു. ഒരിക്കലും ഒരു കൺസ്യൂമർ 5 രൂപ നോട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് 5 രൂപ കോയിൻ്റെ സാക്രിഫൈസ് കൂട്ടൊന്നുമില്ല, ഇൻക്രീസ് ചെയ്യൊന്നുമില്ല. കാരണം ബോത്ത് ആർ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഒന്നിന് പകരമായിട്ട് പ്രവർത്തിക്കുന്ന മറ്റൊരു ഗുഡ് തന്നെയാണ് അടുത്തത് ഇവിടെ ഉള്ളത്. 5 രൂപ നോട്ടിന് പകരമായിട്ട് ബദലായിട്ട് നിൽക്കുന്ന ഒരു വസ്തു തന്നെയാണ് ഇവിടെ 5 രൂപ കോയിൻ. അപ്പോൾ ഒരിക്കലും കൺസ്യൂമർ ഒരു 5 രൂപ നോട്ട് കിട്ടാൻ വേണ്ടി 2 5 രൂപ കോയിൻ ത്യജിക്കുകയില്ല. ഒരു 5 രൂപ നോട്ട് കിട്ടാൻ വേണ്ടി 4 5 രൂപ കോയിൻ ഒരിക്കലും സാക്രിഫൈസ് ചെയ്യില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, ഒരു ബനാന കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം കൺസ്യൂമർ 3 ആപ്പിൾ നമ്മൾ ആപ്പിൾ ആണോ ബനാന ആൻഡ് മാംഗോസ് ആണ് നമ്മൾ കണ്ടത്. 3 മാംഗോസ് ആദ്യം ത്യജിക്കുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ് നിങ്ങളൊന്ന് ഒന്നുകൂടി കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ആദ്യത്തെ കേസിൽ തന്നെ ഒരു ബനാന കൂടുതൽ കിട്ടാൻ വേണ്ടി ഈ സാക്രിഫൈസ് 3 മാംഗോസ്. അങ്ങനെ ഒരു 5 രൂപ നോട്ട് കിട്ടാൻ വേണ്ടി 3 5 രൂപ കോയിൻ സാക്രിഫൈസ് ചെയ്യോ കൺസ്യൂമർ? ഇല്ല. ബിക്കോസ് ദീസ് ആർ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. അപ്പോൾ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ കേസിൽ സാക്രിഫൈസ് ചെയ്യുന്ന അളവും ലഭിക്കുന്ന അളവും ഇവിടെ കാണുന്നത് എന്താ? സെയിം ആണ്. ഒരു 5 രൂപ നോട്ട് കിട്ടാൻ വേണ്ടി ഒരു 5 രൂപ കോയിൻ. അങ്ങനെ വരുമ്പോൾ MRS എന്താവും? 1 ആവും. ഇത് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ കേസിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. സമ്പൂർണ്ണ ബദലുകളുടെ കാര്യത്തിൽ മാത്രമേ സംഭവിക്കൂ. ഇങ്ങനെ MRS 1 വരുമ്പോഴാണ്, MRS 1 വരുമ്പോഴല്ല, MRS കോൺസ്റ്റന്റ് ആവുമ്പോഴാണ്. സി 1 1 1 MRS ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ സ്ഥിരമായി നിൽക്കുമ്പോഴാണ് IC കർവ് സ്ട്രെയിറ്റ് ലൈൻ ആവുന്നത്. നമുക്കൊന്ന് വരച്ചു നോക്കാം. സി, സോ ദിസ് ഈസ് എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഇവിടെ നമ്മൾ എക്സ് ആക്സിസിൽ നമ്മൾ 5 രൂപി നോട്ടാണ് കാണിക്കുന്നത്. ഇവിടെ 5 രൂപി കോയിൻ. ദിസ് ഈസ് ഒറിജിൻ. 5 രൂപി നോട്ട് 1 2 3 4 and 5 rupee coin 5 6 7 8. ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കൂ. പോയിന്റ്സ് A 1 8. So it is 1 and 8. Okay. Then 2 7. So 2 and 7. Then 3 6. 3 and 6. ഞാൻ റഫ് ഫിഗറാണ് വരയ്ക്കുന്നത്. നിങ്ങൾ നല്ല മെഷർമെന്റ് എടുത്തിട്ട് വരയ്ക്കണം. അപ്പോഴാണ് കൃത്യമായിട്ട് കിട്ടുക. D 4 5. 4 and 5. 4 5. So this will be a straight line. ഇവിടെ എനിക്ക് ചെറിയ വ്യത്യാസം വരുന്നത് മെഷർമെന്റ് ശരിയല്ലാത്തതാണ്. നിങ്ങൾ നോട്ട്ബുക്കിൽ കൃത്യ മെഷർമെന്റ് എടുത്ത് വരയ്ക്കുമ്പോൾ you will get a straight line. So IC curve ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മാറി. അപ്പോൾ IC curve സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരുന്നത് എപ്പോഴാണ്? MRS കോൺസ്റ്റന്റ് ആവുമ്പോഴാണ്. ഓക്കെ. So that is all about the shape of the indifference curve. Indifference curve-ന്റെ കോമൺ ആയിട്ടുള്ള ഷേപ്പ് മനസ്സിലാക്കുക. It will be convex to the origin. എപ്പോഴും കോൺവെക്സ് ആയിരിക്കും. ആ സമയത്ത് MRS ഡിക്ലൈൻ ചെയ്യുകയാണ്. പൊതുവെ അങ്ങനെയാണ് സംഭവിക്കുക. പക്ഷെ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ കേസിൽ മാത്രം MRS കോൺസ്റ്റന്റ് ആവുകയും MRSന് സ്ട്രെയിറ്റ് ലൈൻ പൊസിഷൻ ലഭിക്കുകയും ചെയ്യും. ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും IC curve when MRS is constant. So that is all in this class. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇൻഡിഫറൻസ് കർവിൻ്റെ ചില പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. So we will be in the next class. Till then, goodbye. Thank you.